സംഭവം എന്താണെന്ന് വെച്ചാൽ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാനൊരു എയർപോർട്ടിൽ കയറിയിട്ട് ഇത്ര നിമിഷ നേരം കൊണ്ട് എല്ലാ പരിപാടികളും കഴിയുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ അമ്മാമ്മയാണ് ഇന്ന് താരം. നമ്മളിപ്പോൾ ഗേറ്റിലെത്തി. ഇവിടെ നേരെ ഫ്ലൈറ്റിലേക്ക് കയറാണ് കേട്ടോ. ഇമിഗ്രേഷനിൽ അമ്മാമ്മയുടെ പാസ്പോർട്ടിൽ ആദ്യത്തെ സ്റ്റാമ്പ് അടിച്ചു. ഞാൻ വളരെയധികം സന്തോഷവാനാണ്. ഇതിന് വേണ്ടിയിട്ടായിരുന്നു അല്ലേ നമ്മൾ പാസ്പോർട്ട് എടുത്തത്. അങ്ങനെ അമ്മാമ്മയ്ക്ക് പ്രയോറിറ്റി ബോർഡിംഗ് ആണ് കേട്ടോ. നമ്മൾ ആദ്യമായിട്ട് എല്ലാവരും കയറാക്കുമ്പോൾ നമ്മൾ കയറാൻ പോണേ അമ്മാമ്മ ഉള്ളതുകൊണ്ട്. അല്ല അമ്മാമ്മ പോണാ പോക്കണ്ട, വലത്തേക്ക് ആലോചിച്ച് കയറിക്കാം. താങ്ക് യു ബ്രോ, താങ്ക് യു. ദിസ് ആർ ഫസ്റ്റ് ഫ്ലൈറ്റ്. യാ യാ. അങ്ങനെ നമ്മളുടെ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ദിവസം എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മൾ യാത്ര ചെയ്യുന്ന ദിവസം ഇന്നാണ്. ഇന്നിപ്പം ഏതാനും മണിക്കൂറുകൾക്കകം നമ്മളുടെ ദുബായിലേക്കുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്യുകയാണ്. വാട്ട് ഈസ് ഹാപ്പനിങ് എവരിവൺ, വെൽക്കം ബാക്ക് ടു അനദർ ബ്യൂട്ടിഫുൾ എപ്പിസോഡ് ഓഫ് സ്റ്റഡി ലിങ്ക്സ് ഇന്റർനാഷണൽ പ്രസൻസ് അമ്മാമ ഇൻ ദുബായ്. അപ്പം ഞാൻ ഇന്ന് രാവിലെ തുടങ്ങി കുറേ പരിപാടികളുണ്ടായിരുന്നു. ഞാൻ പോയി നമ്മുടെ ട്രാവൽ ഡോക്യുമെൻറ്റ്സ് എല്ലാം പ്രിൻ്റ് എടുത്തു. ഞാൻ എപ്പോഴും ഇൻ്റർനാഷണൽ ട്രാവൽ ചെയ്യുമ്പോൾ എല്ലാം പ്രിൻ്റ് കയ്യിൽ വെക്കും. അത് പ്രിൻ്റ് എടുത്തു. നമ്മളുടെ കറൻസി എക്സ്ചേഞ്ചിൽ പോയി കറൻസി മാറി. അമ്മയുടെ കുറച്ച് തയ്ക്കാൻ കൊടുത്തൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. എനിക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. ആൻഡ് അതിനുശേഷം ഇപ്പം നമ്മളുടെ വള്ളത്തോൾ ജംഗ്ഷനുള്ള സ്റ്റുഡിയോൻ്റെ ഫ്രണ്ടിലാണ് ഞാൻ ഇവിടെ കിടക്കുന്നത്. അപ്പോൾ സ്റ്റുഡിയോയിൽ നിന്ന് നമുക്കൊരു ഷൂസ് എനിക്ക് പുതിയൊരെണ്ണം മേടിക്കണമെന്നുണ്ട്. ഞാൻ ആക്ച്വലി വെസ്റ്റ് സൈഡിൽ പോയി നോക്കി, പക്ഷേ ഞാൻ ഉദ്ദേശിച്ച പോലത്തെ ഷൂസ് എനിക്ക് കിട്ടിയില്ല. ഇവിടെയും കൂടി ജസ്റ്റ് ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് നമുക്ക് വീട്ടിലേക്ക് പോകണം. പാക്ക് ചെയ്തിട്ടില്ല സത്യം പറഞ്ഞാൽ. എനിക്കിനി 1 hour കൂടി ഉള്ളു പാക്ക് ചെയ്യാനായിട്ട്. നമുക്കൊരു 6 മണി കഴിയുമ്പോൾ ഇറങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. ഞാൻ വളരെയധികം എക്സൈറ്റഡ് ആണ്. അപ്പോൾ ഈ കൊച്ചി ടു ദുബായ് ട്രാവൽ വീഡിയോയിലേക്ക് നിങ്ങളെ ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. പകർക്കണമെന്ന്. യെസ്, അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. ഞാൻ പുതിയ ഡ്രസ്സ് ആക്ച്വലി ഓൺ ദ വേ സ്റ്റുഡിയോയിൽ നിന്ന് എടുത്ത ഏറ്റവും പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് റെഡിയായി. പുറത്ത് എല്ലാം റെഡിയാണ്. ആക്ച്വലി മാമന്മാരും ഫാമിലിയൊക്കെ വന്നിട്ടുണ്ട് അമ്മാമ്മേനെ യാത്രയാക്കാനായിട്ട്. തകൃതിയായിട്ട് പാക്കിംഗ് ആയിരുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടോലല്ലേ, ഇന്ന് അതിലും വലിയ പാക്കിംഗ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ എത്ര പെട്ടിയൊക്കെ ഉണ്ടെന്ന് നമുക്ക് പുറത്തോട്ട് ചെല്ലുമ്പോൾ അറിയാം. ഞാൻ ബൈ ദ ബൈ ഇവിടെ ഒരാളിരുന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. പൂച്ച് പോയിട്ട് വരട്ടെ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും ചോദിക്കണം എന്താണ് പൂജ വൈഫിന് എന്താ കൊണ്ടുപോകാത്തതെന്ന്. നമ്മൾ അല്ലേ? യെസ്, ഇപ്പം കൂടി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദിവസം ലീവും കാര്യങ്ങളും. അപ്പോൾ ഞങ്ങൾ പോയിട്ട് വരാം കേട്ടോ. പുറത്തേക്ക് ഇറങ്ങി നോക്കാം എന്താ പരിപാടി. നല്ല മുട്ടൻ പാക്കിംഗ് ആയിരുന്നു. വാ നമുക്ക് ചോദിക്കാം എന്തായിരുന്നു. യെസ്, അമ്മാമ്മയെ യാത്രയാക്കാൻ വൻ ജനാവലി. ആരൊക്കെ ഇത്? എടാ സുഖല്ലേ? താങ്ക് യു. യെസ്, ഹാപ്പി ജേണി. ഇവിടെ ദേവിക. ഇത് ഖത്തർ അല്ലേ? ഹായ് പറ. ഇത് ഖത്തർ, ഇത് കാനഡ, ഇത് ഉണിച്ചിറ അല്ലേ? മുട്ടമാനെത്തിയിട്ടുണ്ട്. നിതിൻ ഓൺ ദ ഫ്ലോർ. മാമി യെസ്, ചേർത്തലയിലെ മാമൻ ദിലിമാമൻ ഓൺ ദ ഫ്ലോർ. പത്മജ മാമി ഒന്നും അറിയാണ്ട് ഒരു സൈഡിൽ. ഇതെന്താ മാമി കാണണം? ഇത്ര ഉള്ള ഇനി ഒരെണ്ണം ഉണ്ടോ? എൻ്റെ ഉണ്ട്. അത്രയല്ലേ ഉള്ളൂ, പിന്നെ ഇത്രയല്ലേ ഉള്ളൂ. അപ്പം ഇത്രയും പെട്ടികൾ. അമ്മാമ്മേ അവിടെ സാരിയൊക്കെ നോക്കട്ടെ. അടിപൊളി, ഒന്നും പറയാനില്ല. സൂപ്പർ അല്ലേ? പോവാം നമുക്കെന്നാ ഇറങ്ങാം. അടിപൊളിയല്ലേ? അമ്മാമ്മ ഏതിട്ടായാലും സൂപ്പറാണ്. അപ്പം ഇറങ്ങാം. 6 മണിയായി. 6 മണി കഴിഞ്ഞു. 6 മണി കഴിഞ്ഞു. ഇറങ്ങാം നമുക്ക്. എല്ലാം എടുത്ത് താഴെ. ലച്ചു വരുവാ? എന്നാൽ ലച്ചുവിനെ വിളിച്ചോ. അങ്ങനെ ലച്ചു എത്തിയിരിക്കുകയാണ്. ലച്ചു ഇപ്പോൾ അത് കുഴപ്പമില്ല. ലച്ചു ഇപ്പോൾ ബാംഗ്ലൂർ, നാളെ കാനഡയ്ക്ക് പോകുന്നു അല്ലേ? യെസ്, ഞങ്ങളും. അപ്പോൾ ഓക്കെ, പോയിട്ട് വരാം. അമ്മമ്മ കണ്ടാ? ടാറ്റയെ കൊടുത്താ? കണ്ടാ? ശരി, അപ്പോൾ ഇറങ്ങാം. ഓക്കെ യെസ്. അപ്പോൾ അതിൻ്റെ അകത്തല്ലേ ഇരുന്നോ കേട്ടോ? ഇല്ലായിരുന്നോ? ഇത് മാത്രമേ ഉള്ളൂ പിന്നെ? അപ്പോൾ ഇഷ്ടം പോലെ സ്ഥലം. പാസ്പോർട്ടും ട്രാവൽ ഡോക്യുമെൻറ്റ്സ് ഒക്കെ എൻ്റെ അടുത്തുണ്ട്. 3 ഇരുന്നോ? അപ്പോൾ ഇത് വെച്ചാൽ ഞാൻ വെക്കാം. ഇതൊന്നും എടുത്താൽ അപ്പം എൻ്റെ ലാപ്ടോപ്പ് ഒക്കെ ഉണ്ട്. അതൊക്കെ എല്ലാം സെറ്റ് ആയല്ല?
ലാപ്ടോപ്പ് ആയതുകൊണ്ടേ അതൊരു തീരുമാനമായി. ഇറങ്ങാം. അങ്ങനെ ഫ്രണ്ട് സീറ്റിലിരുന്ന അമ്മമ്മ ദുബായിലേക്ക് യാത്രയാവുകയാണ്. ഐശ്വര്യമായിട്ട് പ്രാർത്ഥിച്ച് ഇറങ്ങാൻ നേരത്തൊക്കെ പ്രാർത്ഥിച്ചാണ് ഇറങ്ങിയ. കയറിക്കോ, ഇതൊക്കെ പിടിച്ചോട്ടാ. നല്ലോണം ഇരുന്നോ, ഞാൻ പറയാം വരെ. ബൈ ദ ബൈ ഡിഡ് യു പൂജ ഇപ്പോൾ ഊബറിൽ കയറി വീട്ടിലേക്ക് പോവാണ്. വിളിച്ചാ ആണോ? വിളിക്കണേ. അമ്മ അച്ഛനും ഇതിലല്ലേ കയറണം? ഓക്കെ. യാത്ര പറഞ്ഞോ. ഓക്കെ, ടാറ്റാ ടാറ്റാ. അച്ഛനില്ലല്ലേ? അച്ഛൻ വന്നില്ലേ? അങ്ങനെ നമ്മൾ കൊച്ചി എയർപോർട്ടിലെത്തി കേട്ടോ. ആക്ച്വലി ഞാനും മുട്ടമാനും കൂടി വണ്ടി പാർക്ക് ചെയ്യാൻ പോയതാണ്. നമ്മളിത് ഇവിടെ കെയിൽ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. ബാക്കി അമ്മേനെ എല്ലാവരെയും നമ്മൾ മുകളിലിറക്കി. മുകളിലാണല്ലോ ഡിപ്പാർച്ചർ. പിന്നെ അടുത്തായിട്ട് നമുക്ക് നേരെ ഹെൽപ്പ് ഡെസ്കിൽ പോകണം. കാര്യം അമ്മാമ്മയ്ക്ക് വീൽ ചെയർ വേണം. അപ്പോൾ വീൽ ചെയർ ഹെൽപ്പ് ഡെസ്കിൽ നിന്നാണ് കിട്ടുന്നത്. നമ്മുടെ ഒരു ചേട്ടനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു. അമ്മാമ്മയ്ക്ക് സത്യം പറഞ്ഞാൽ നടക്കാൻ അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. പക്ഷേ കുറച്ച് സ്ലോ ആണ്. ഇപ്പോൾ നമ്മളുടെ സ്പീഡിനൊപ്പം നടന്നെത്താൻ പറ്റില്ല എന്നുള്ളത്. അല്ലാണ്ട് നടക്കുന്നതിന് നിൽക്കുന്നതിന് അമ്മാമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ വീൽ ചെയർ ആണെങ്കിൽ നമ്മളുടെ ഒപ്പം നമ്മുടെ പേസിനെ കൊണ്ടുപോകാമല്ലോ. അപ്പോൾ അതാണ് നമ്മൾ വീൽ ചെയർ എടുത്തിട്ട് പോകാൻ വിചാരിച്ചു. അപ്പോൾ നമുക്കിനി ലിഫ്റ്റിൽ മുകളിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് വീൽ ചെയർ കിട്ടാനായിട്ട് ഡിപ്പാർച്ചേഴ്സ് 2A 2B എന്ന് അവിടെ കണ്ടോ? ആ കാണുന്ന ഡിപ്പാർച്ചേഴ്സ് 2A 2Bയുടെ കുറച്ച് ഇങ്ങോട്ട് മാറിയിട്ടായിട്ട് ഇവിടെ ഒരു ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്. അപ്പോൾ ഇവിടെ വന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ വീൽ ചെയർസൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സർവീസ് ഫ്രീ ആണ്. നമുക്ക് സ്റ്റാഫ് അടക്കം അവർ വന്നിട്ട് ആളെ നമുക്ക് കൊണ്ടുപോയി തരും. അപ്പോൾ നമ്മളായിട്ട് യൂസ് ചെയ്യേണ്ടത്. എനിക്ക് തോന്നുന്നത് തിരിച്ചും കൊണ്ടുവരണമല്ലോ, അതുകൊണ്ടായിരിക്കും. വേറെ ചാർജും കാര്യങ്ങളൊന്നുമില്ല. കംപ്ലീറ്റ്ലി അത് ഫ്രീ ആണ്. അപ്പോൾ നമ്മളിപ്പോൾ ടിക്കറ്റ് കാണിച്ചു. അപ്പോൾ നമ്മളോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഒരു 5-10 മിനിറ്റിൽ ആൾ വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ടിക്കറ്റ് കാണിച്ച് ആർക്കാണ് വീൽ ചെയർ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞ അമ്മാമ്മയ്ക്കാണ്. അപ്പോൾ ആൾ വരും, വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി കുറച്ചുകൂടി എളുപ്പത്തിൽ ഹെൽപ്പ് ഡെസ്ക് സ്പോട്ട് ചെയ്യാം കേട്ടോ. D8 എന്ന് പറഞ്ഞ പില്ലർ സത്യം പറഞ്ഞത് ഞാൻ കണ്ടില്ല. ഈ D8 എന്ന് പറഞ്ഞ പില്ലറിൻ്റെ നേരെ താഴെയാണ് ഹെൽപ്പ് ഡെസ്ക് ഉള്ളത്. അപ്പോൾ നമ്മളെന്തായാലും ഇപ്പോൾ ഒരു 5 മിനിറ്റിനടുത്തായി വെയിറ്റ് ചെയ്യുന്നു. നമുക്ക് 8 മണിയാകുമ്പോഴത്തേക്ക് അകത്തേക്ക് കയറിയാൽ മതിയാവും. എന്തായാലും നമ്മൾ ലേറ്റ് ആയിട്ടില്ല. ഹെൽപ്പ് ഡെസ്കിൽ 5-10 മിനിറ്റ് എന്ന് പറഞ്ഞപ്പോൾ ഏകദേശം 15 മിനിറ്റ് ഞങ്ങൾ നിൽക്കുന്ന. വീൽ ചെയർ ഇതുവരെ വന്നില്ല കേട്ടോ. നമുക്കാണ് ആക്ച്വലി കയറാൻ സമയം. അപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞു കയറാൻ സമയമായി. ഇവരാണ് നമുക്കായിട്ട് തരില്ല, സ്റ്റാഫ് ഉണ്ടെങ്കിലേ വരുള്ളൂ. പക്ഷേ സ്റ്റാഫ് വരാൻ താമസവും. അപ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ അച്ഛൻ അവിടെ ഇരുന്ന് തന്നെ വിളിച്ചുകൊണ്ടിരിക്കുക എത്താറായില്ലേന്ന് ചോദിച്ചിട്ട്. ലാസ്റ്റ് ഞാൻ ചോദിച്ചപ്പോൾ 5 മിനിറ്റ് വരുമെന്നാണ് പറഞ്ഞത്. എന്തായാലും ഫൈനലി നമുക്ക് വീൽ ചെയർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. വീൽ ചെയർ സ്റ്റാഫും വന്നു, അമ്മാമ്മയും വന്നു. അമ്മാമ്മേ വായ്, അതിലോട്ടിരുന്നോ? ഇതിൻ്റെ ആൾ വന്നില്ല എന്ന് പറഞ്ഞാൽ. ഇരുന്നോ അതിലേക്ക് ഇരുന്നോ, കാല് വെച്ചോളൂ കേട്ടോ. അങ്ങനെ വീൽ ചെയർ കിട്ടി. ഇനിയിപ്പോൾ അകത്ത് കയറി നമ്മൾ ചെക്ക് ഇൻ ചെയ്യണം. ഓൾറെഡി സമയമായി അല്ലേ മാമി? 8 മണി കഴിഞ്ഞു. ഓൾറെഡി സമയമായി. അപ്പോൾ ഇനി അകത്ത് കയറി ബാക്കി പരിപാടികളൊക്കെ ഞാൻ ഒന്ന് തീർക്കട്ടെ. സത്യം പറഞ്ഞാൽ ചെറിയ ടെൻഷനുണ്ട്. അമ്മാമ്മയായിട്ട് ആദ്യമായിട്ട് പോകുന്നുണ്ട് തന്നെ. പക്ഷേ വീൽ ചെയർ ആയതുകൊണ്ട് അത്യാവശ്യം പ്രയോറിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്നാണ് എൻ്റെ വിശ്വാസം. എന്നാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഗൈസ്, അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മളിപ്പോൾ ഫുഡ് കോർട്ടിലെത്തി കേട്ടോ. എയർപോർട്ടിൻ്റെ സംഭവം എന്താണെന്ന് വെച്ചാൽ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാനൊരു എയർപോർട്ടിൽ കയറിയിട്ട് ഇത്ര നിമിഷ നേരം കൊണ്ട് എല്ലാ പരിപാടികളും കഴിയുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ അമ്മാമ്മയാണ് ഇന്ന് താരം. കാര്യം വീൽ ചെയർ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് പ്രയോറിറ്റി ഉണ്ട്. എനിക്ക് തോന്നുന്നത് എപ്പോഴാണ് അമ്മാമ്മ നമ്മൾ കയറിയത്? 8:20 കഴിഞ്ഞപ്പോഴാണ് കയറിയത് അല്ലേ? 8:20 കഴിഞ്ഞപ്പോൾ എയർപോർട്ടിനകത്ത് കയറി. ഇപ്പോൾ 8:45. അപ്പോൾ എത്ര സമയം? കറക്റ്റ് ഒരു 20-25 മിനിറ്റിൽ കംപ്ലീറ്റ് ഇമിഗ്രേഷനും സെക്യൂരിറ്റി ചെക്കും എല്ലാ പരിപാടിയും. കാര്യം പല സ്ഥലത്തും ഭയങ്കര നീണ്ട ലൈൻ ഉണ്ടായിരുന്നു. അമ്മാമ്മ അങ്ങോട്ട് മറ്റേ ജയിലറിൽ മോഹൻലാലും എന്ന പോലെ വന്നതോടെ ഭീകര ലൈനൊക്കെ അവിടെ ബ്ലോക്കാക്കി ഞങ്ങളെ കയറ്റി വിട്ട്. കാര്യം ആദ്യമായിട്ടാണ് എനിക്ക് ഈ എക്സ്പീരിയൻസ് വീൽ ചെയറായിട്ട് യാത്ര ചെയ്യുന്നത്. അപ്പോൾ അത് അടിപൊളിയായിരുന്നു. അമ്മാമ്മക്ക് മനസ്സിലായി ഇപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് നടന്നതെന്ന്? മനസ്സിലായില്ല. നമ്മൾ ആദ്യം ഒരു സ്ഥലത്ത് നിന്നില്ലേ, അവിടെയാണ് ചെക്ക് ഇൻ. അവിടെ നമ്മൾ പെട്ടികളൊക്കെ കയറ്റി വിട്ട്. അപ്പോൾ അമ്മാമ്മ അവിടെ കുറേ സമയം എടുക്കണപ്പോൾ എന്നോട് പറഞ്ഞ് എന്തോ വിഷയമാണ്, തർക്കമാണെന്നൊക്കെ വിചാരിച്ചെന്ന്. അങ്ങനെ അങ്ങനെ വിചാരിച്ച്. അല്ല, ഞാൻ വിചാരിച്ച് കുറേ നേരം നിൽക്കാണ്ടപ്പോൾ എന്താണ് പ്രശ്നം, വല്ല വർത്താനം. ഞങ്ങൾ ആക്ച്വലി വെയിറ്റിൻ്റെ കാര്യത്തിൽ ചെറിയൊരു കൺസേൺ ഉണ്ട്. പക്ഷേ ഞാൻ പെട്ടി പൊക്കി നോക്കിയപ്പോൾ എനിക്ക് അത്രയും തോന്നിയില്ല. കാര്യം ഞങ്ങളുടെ വെയിങ് മെഷീൻ പൊട്ടിപ്പോയി, കംപ്ലൈൻ്റ് ആയിപ്പോയി. അത് കാരണം വെയിറ്റ് നോക്കാൻ പറ്റിയില്ല. പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായില്ല. തുറന്നൊന്നും നോക്കിയില്ല. അതെല്ലാം കയറ്റി വിട്ടു. എന്താ ആകെ മൊത്തം നമുക്ക് 90 കിലോ എന്തോ കൊണ്ടുവരുന്നല്ലോ.
എനിക്ക് തോന്നണ ഏതാണ്ട് 60-65 അല്ല 70 തോന്നുന്നുണ്ട്. അത്ര വന്നിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇമിഗ്രേഷൻ ആയിരുന്നു രണ്ടാമത്തത്. ഇമിഗ്രേഷനിൽ അമ്മാമ്മയുടെ പാസ്പോർട്ടിൽ ആദ്യത്തെ സ്റ്റാമ്പ് അടിച്ചു. ഞാൻ വളരെയധികം സന്തോഷവാനാണ്. ഇതിന് വേണ്ടിയിട്ടായിരുന്നു അല്ലേ നമ്മൾ പാസ്പോർട്ട് എടുത്തത്. ടക്കേന്ന് അടിച്ച ശബ്ദം കേട്ടില്ലേ? അതിൽ അമ്മാമ്മയുടെ പാസ്പോർട്ട് അടിച്ചാണ്. ഇപ്പം അമ്മാമ്മ രാജ്യം വിട്ടു. ഇപ്പം അമ്മാമ്മ നോമാൻസ് ലാൻഡിലാണ്. അക്കരയില്ല ഇക്കരയില്ല. ഇനി എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റൂല സ്റ്റാമ്പ് അടിച്ച്. ഇനി അബുദാബി ചെന്നിട്ട് ഇറങ്ങാൻ പറ്റും. അതുപോലെ മതി. ഓക്കെ, അതിനാണല്ലോ നമ്മളെ ബുദ്ധിമുട്ട് ഇവിടം വരെ വന്നത്. എന്ത് ബുദ്ധിമുട്ട്, നമ്മൾ തകർക്കല്ലേ. അപ്പം അമ്മാമ്മക്ക് ഇനി നമ്മൾ ഫുഡ് മേടിച്ചു കൊടുക്കണം. അമ്മാമ്മക്ക് വിശക്കണില്ലേ? വിശക്കണുണ്ടോ? കുറച്ച് എന്തെങ്കിലും നമുക്ക് കഴിക്കാം. ഇവിടെ ബർഗർ കിങ് ഉണ്ട്, അവിടെ ചിക്കിങ്, കറി ട്രീ, ക്ലബ് സുലൈമാനി, അങ്ങനെ ഇങ്ങനെ കുറേ കാണാം. അപ്പോൾ നമുക്ക് എന്തായാലും ഇനിയിപ്പോൾ 1 മണിക്കൂർ നമുക്ക് ഇവിടെ ഇരിക്കാം. അപ്പോൾ നമ്മൾ വീൽ ചെയറിലൊരു സ്റ്റാഫ് ചേട്ടൻ വന്നിരുന്നു. പുള്ളി നമ്മളെ ഇവിടെ ആക്കിയിട്ട് പോയി. 1 മണിക്കൂർ കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞു. അപ്പോഴാണ് ബോർഡിങ്. നമുക്ക് പ്രയോറിറ്റി ബോർഡിംഗ് ഉണ്ട്, ആദ്യം കയറാം. അപ്പോൾ അമ്മാമ്മക്ക് എന്താ ഇഷ്ടമെന്ന് പറഞ്ഞാൽ ഞാൻ പോയി മേടിച്ചുകൊണ്ട് വരാം, ഫുഡ് കഴിക്കാം. ഇവിടെ ബർഗർ കിട്ടും, ദോശ ഉണ്ടെന്ന് തോന്നുന്നു, ക്ലബ് സുലൈമാനി ഉണ്ട്. ഓക്കെ, സോ ഫുഡ് എന്ത് കിട്ടും നമുക്ക് നോക്കാം. ആക്ച്വലി കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ ഇവിടെ ദോശ കിട്ടുന്നൊരു കട ഉണ്ടല്ലോ, ഇതായിരുന്നു കോവൈ ഭവനായിരുന്നെന്ന് തോന്നുന്നു. ഇവിടെ ദോശ സംഭവങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. തട്ട് ദോശ, ടീ, കോഫി, വട അതൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ നല്ല റേറ്റാണ്. പിന്നെ എന്തായാലും ഒരു നേരത്തെ ഭക്ഷണം നമ്മളിവിടെ നിന്ന് കഴിച്ചല്ലേ പറ്റുള്ളൂ. കറി ട്രീ ഉണ്ട്, കറി ട്രീയിൽ കുറച്ച് സാധനങ്ങളുണ്ട്. പിന്നെ ക്ലബ് സുലൈമാനി ഉണ്ട്. അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കോവൈ ഭവൻ പ്യുവർ വെജിറ്റേറിയനിൽ നിന്ന് നമ്മൾ ഇവിടെ ഒരു കോംബോ ഉണ്ട്, ഗീ റോസ്റ്റ്, ടീ ഓർ കോഫി പ്ലസ് വട, അതിൻ്റെ കോംബോ ഉണ്ട്. അത് ഞാൻ മേടിച്ച് രണ്ടും കൂടി 1180 രൂപ. അതാണ് എയർപോർട്ടിലെ അവസ്ഥ. അതിനെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ പിന്നെ ഒരു നേരമൊക്കെ നമുക്ക് കഴിക്കാൻ കുഴപ്പമില്ലല്ലോ. എയർപോർട്ടിൽ സത്യം പറഞ്ഞാൽ നമ്മൾ വരുമ്പം റേറ്റൊന്നും നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. എന്തായാലും അത്യാവശ്യം റേറ്റ് വരും. അപ്പോൾ ഞാൻ അവർക്കുള്ളത് മാത്രമേ മേടിച്ചുള്ളൂ. അപ്പോൾ എനിക്കുള്ളതിന് മേടിക്കണം. ചിക്കിങ് ഉണ്ട്, ബർഗർ കിങ് ഉണ്ട്. ഐ തിങ്ക് ബർഗർ കിങ് ഞാൻ കഴിച്ചിട്ട് കുറച്ചായി. ബർഗർ കിങ്ങിലാകുമ്പോൾ ചിലപ്പോൾ മട്ടൻ വോപ്പർ ഉണ്ടാവും, ചിക്കനിലാകുമ്പോൾ ചിക്കൻ മാത്രമേ കാണുള്ളൂ. അപ്പോൾ നമുക്കിവിടെ ബർഗർ കിങ്ങിലെ തന്നെ മെനു ഒന്ന് നോക്കാം. സത്യം പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല, എയർപോർട്ടിൽ സാധാരണ എയർപോർട്ടിൽ കയറിയ ഭയങ്കര തണുപ്പാണ്. ഇപ്പോൾ ഇന്ന് അസാധാരണ ചൂട്. ഇവിടെ AC ഒക്കെ ഇട്ടിട്ടുണ്ട്, എന്നിട്ടും എന്താണെന്ന് അറിയില്ല, നല്ല ചൂട്. ബൈ ദ ബൈ ബർഗർ കിങ്ങിൽ ഞാൻ പോയി ചോദിച്ചു. ബർഗർ കിങ്ങിൽ മട്ടൻ വോപ്പർ ഉണ്ട്, പക്ഷേ മട്ടൻ വോപ്പർ ജൂനിയർ എന്ന് പറഞ്ഞാൽ ചെറിയ ബർഗറേ ഉള്ളൂ. നോർമൽ മട്ടൻ വോപ്പർ ഇല്ല, പിന്നെ ആകെ ചിക്കൻ വോപ്പറേ ഉള്ളൂ. അമ്മാമ്മേ പറഞ്ഞിട്ടുണ്ടേ, അമ്മാമ്മക്ക് മസാല ദോശ നെയ് റോസ്റ്റ്. മസാല ദോശ എന്ന് പറഞ്ഞാൽ അമ്മ ഞെട്ടിയൊക്കെ നോക്കാം. ഉരുളക്കിഴങ്ങ് ഇഷ്ടമല്ല, അപ്പോൾ നെയ് റോസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. വടയും ബ്ലാക്ക് ടീ അല്ലേ, രണ്ടുപേർക്കും ബ്ലാക്ക് ടീ. ഷുഗർ സെപ്പറേറ്റ് ആണെന്ന് പറഞ്ഞു, അത് നമുക്ക് ആഡ് ചെയ്താൽ മതി. ഇപ്പോൾ വരും കേട്ടോ. അല്ല, ഷുഗർ നമുക്കിടാം, സെപ്പറേറ്റാ ഏട്ടാ, കൊണ്ടുവരും. ഓക്കെ, നമ്മുടെ നെയ് റോസ്റ്റ് ഞാൻ ആക്ച്വലി ഒരേ കൊണ്ട് വീഡിയോ എടുക്കുന്നുണ്ട്, ഓരോന്നായിട്ട് എനിക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. നെയ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. കണ്ടിട്ട് കൊള്ളാട്ടോ, നല്ല വലിപ്പമൊക്കെ ഉണ്ട്. ഇത് കഴിച്ചാൽ അത്യാവശ്യം എന്തായാലും നമുക്ക് അബുദാബി വരെ പിടിച്ചിരിക്കാൻ പറ്റേണ്ടതാണ്. അടുത്ത കൊണ്ടുവരാം കേട്ടോ. ഇത് കഴിച്ചോ, ബാഗ് അങ്ങോട്ട് നീക്കി വെച്ചോ. ബാഗ് നീക്കി വെച്ചിട്ട് സമാധാനമായിട്ട് കഴിയാം. ഇവിടെ വെച്ചോ, മൂലയ്ക്ക് വെച്ചോ. ഞാനിപ്പോൾ ബർഗർ കിങ്ങിൽ നിന്ന് ചിക്കൻ വോപ്പർ മീഡിയം മീൽ ഇപ്പോൾ ഓർഡർ ചെയ്തട്ടോ. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഇവിടെ വെജിറ്റേറിയൻ ഫുഡാണ് കൂടുതൽ എക്സ്പെൻസീവ്. കാര്യം ഒരു 495 മീഡിയം മീലിനായത്. നമ്മൾ നേരത്തെ മേടിച്ച നെയ് റോസ്റ്റ് കോംബോയ്ക്ക് 590 ഒരെണ്ണത്തിന്. അപ്പോൾ ഈ ആക്ച്വലി നോൺ വെജിറ്റേറിയൻ ബർഗർ കിങ് അതിൽ നിന്നൊരു 100 രൂപ കുറവാണ് കേട്ടോ. എങ്ങനെയുണ്ടമ്മേ എയർപോർട്ടിലെ നെയ് റോസ്റ്റ്? നല്ലതാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. കൊള്ളാമോ? കട്ടൻ ചായ ഇച്ചിരി കടുപ്പം കൂടുതലാണ്. ഇത്രയും കടുപ്പം വേണ്ട അല്ലേ? ടീ ബാഗ് ഉള്ളതുകൊണ്ട് കിടന്ന് കൂടും. അത് ശരിയാ. പിന്നെ അമ്മയ്ക്ക് ആകെ ഒരു വിഷമം എക്സ്ട്രാ സാമ്പാറും ചട്നിയും കിട്ടൂല എന്നുള്ള. ശരവണയിലെ പോലെ സാമ്പാറും ചട്നി അവർ പിന്നെയും തരുമെന്ന്. ആരോട് ചോദിക്കാൻ? അതുപോലെ വട കഴിച്ചു നോക്ക്. അമ്മാമ്മ എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടാ? ഏത്തപ്പഴം ഉണ്ട്, ബേസൻ ലഡു ഉണ്ട്, ഹാൻഡ് ബാഗിൽ ഫുൾ സാധനങ്ങളായിട്ട് ഇറങ്ങിയേക്കണേ അല്ലേ? അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ നേരെ ബോർഡിംഗ് ഗേറ്റിലേക്ക് പോകണം. കറക്റ്റ് ടൈമിന് തന്നെ അതേ അവിടെ ബാക്കിൽ കണ്ടോ നമ്മുടെ വീൽ ചെയർ കൊണ്ടുവന്ന ചേട്ടൻ വന്നു. ഇനിയിപ്പോൾ അതേ എൻ്റെ നേരെ ഓപ്പോസിറ്റ് അവിടെ കാണുന്നതാണ് ബോർഡിംഗ് ഗേറ്റ്സ് വെയിറ്റിംഗ് ഏരിയ ആണ്. അപ്പോൾ അങ്ങോട്ടാണ് നമ്മളിനി അടുത്ത് പോകുന്നത്.
അങ്ങനെ നമ്മൾ നമ്മുടെ ബോർഡിംഗ് ഗേറ്റിലെത്തി. 3 ആണ് നമ്മുടെ ഗേറ്റ് നമ്പർ. 601403 അബുദാബിയാണ് നമ്മുടെ ഫ്ലൈറ്റ് കേട്ടോ മാമേ. നമ്മളിപ്പോൾ ഗേറ്റിലെത്തി. ഇനി ഇവിടെ നേരെ ഫ്ലൈറ്റിലേക്ക് കയറാണ് കേട്ടോ. അമ്മ ഇവിടെ വന്നപ്പോൾ തുടങ്ങി ഫോണിൻ്റെ മായിക ലോകത്താണ്. പറഞ്ഞ അങ്ങനെ അമ്മാമ്മയ്ക്ക് പ്രയോറിറ്റി ബോർഡിംഗ് ആണ് കേട്ടോ. നമ്മൾ ആദ്യമായിട്ട് എല്ലാവരും കയറിക്കുമ്പോൾ നമ്മൾ കയറാൻ പോണേ അമ്മാമ്മ ഉള്ളതുകൊണ്ട്. കണ്ട അമ്മാമ്മ പോണാ പോക്കണ്ട. അങ്ങനെ ആദ്യമായിട്ട് അമ്മാമ്മയുടെ ജീവിതത്തിലെ ആദ്യത്തെ ഫ്ലൈറ്റ് യാത്രയിലേക്ക് കടക്കുകയാണ്. ഞാൻ ഭയങ്കര അധികം എക്സൈറ്റഡ് ആണ്. അമ്മയോ? അമ്മ എക്സൈറ്റഡ് ആണെന്ന് ചോദിച്ചു. ആ കാഴ്ച കണ്ടോ സുഹൃത്തുക്കളെ? ആദ്യമായിട്ടാണ് ക്യാബിൻ ക്രൂ മെമ്പേഴ്സിൻ്റെ ഒപ്പം നമ്മൾ ഫ്ലൈറ്റിലേക്ക് പോവുകയാണ്. അമ്മാമ്മ ഏറ്റവും ഫ്രണ്ടിൽ പോയി കഴിഞ്ഞു. നമ്മളോട് ഇപ്പോൾ താഴെ വെയിറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. നമ്മൾ എയറോ ബ്രിഡ്ജ് വഴിയാണ് അകത്തോട്ട് പോകുന്നത്. എന്തായാലും നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ എയറോ ബ്രിഡ്ജിലേക്ക് കയറി കേട്ടോ. ഇവിടെ നിന്ന് റിവേഴ്സിലായിരിക്കും അമ്മാമ്മ വരുന്നത്. ജസ്റ്റ് അവർ സപ്പോർട്ട് കിട്ടാനായിട്ടേ അങ്ങനെയാണ് അവർ ഇറക്കുക. പൈസ അങ്ങനെ ഫ്ലൈറ്റിലേക്ക് കയറാം കേട്ടോ. മാമേ വാ. വലത്തേക്ക് ആലോചിച്ച് കയറിക്കാം. താങ്ക് യു ബ്രോ. താങ്ക് യു. ആ മാമിനി ഇവിടെ പിടിച്ചോ. ഞാൻ വീഡിയോ എടുക്കട്ടെ. വന്നോ ഇങ്ങോട്ട് പോരെ. ഇങ്ങനെ വാ. ദിസ് ഇസ് അവർ ഫസ്റ്റ് ഫ്ലൈറ്റ്. മാമയുടെ ആദ്യത്തെ ഫ്ലൈറ്റാന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവർ സ്വാഗതം എന്നാണ് പറഞ്ഞത്. വാ നമുക്കിനി സീറ്റിലേക്ക് പോവാം കേട്ടോ. വാ പറഞ്ഞുതരാം. വാ 14 എത്തിയാ. 14 DEF ആണ് നമ്മുടെ. DEF. ഇത് തന്നെ 14. നമുക്ക് അറ്റത്തേക്ക് ഇരിക്കാമോ? അതാണ് എൻ്റെ സീറ്റിലിരിക്കും. യു ഗൈസ് ഹാവ് നോ ഐഡിയ ഹൗ ഹാപ്പി ഐ ആം. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഫ്രെയിം ഷൂട്ട് ചെയ്യാനായിട്ട് അല്ലേ എത്ര നാളായി, ഒരുപാട് നാളായി കാത്തിരിക്കുന്ന എൻ്റെ ഒരു സ്വപ്നമായിരുന്നു. അതിപ്പോൾ യാഥാർത്ഥ്യമായി. അമ്മാമ്മ ഇരിക്കണമൊക്കെ ഫ്ലൈറ്റിൽ. ഞാൻ പലപ്പോഴും സ്വപ്നമൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ അമ്മാമ്മയായിട്ട് ഫ്ലൈറ്റിൽ ഇരിക്കണം പോകുന്നതൊക്കെ. അപ്പോൾ അതിന്ന് യാഥാർത്ഥ്യമായതിൽ ഒരുപാട് സന്തോഷം. ആൻഡ് നമ്മളിപ്പോൾ ടേക്ക് ഓഫ് വെച്ച് കഴിയുമ്പോൾ അമ്മാമ്മ ബെൽറ്റൊക്കെ ഇട്ടിരുന്നോട്ടാ. എങ്ങനെയുണ്ട് ഫ്ലൈറ്റ്? ബെൽറ്റ് ഞാൻ ഇട്ടുതരാം. എങ്ങനെയുണ്ട്? സന്തോഷമായി. കൊള്ളാം. ആദ്യമായിട്ട് കയറിയല്ലേ. പൊങ്ങുമ്പോൾ താഴേക്ക് നോക്കണോട്ടാ. ടാറ്റയൊക്കെ കൊടുത്തോ കേരളത്തിനോട്. നമ്മൾ രാജ്യം വിടുന്നു. പുതിയൊരു രാജ്യത്തേക്ക് ഇറങ്ങാൻ പോവാണ്. അങ്ങനെ ചെയ്യാം. ഓക്കെ അപ്പോൾ ലെറ്റ്സ് ടേക്ക് ഓഫ് ഫ്രം കൊച്ചി. അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് നീങ്ങി തുടങ്ങി. പുഷ് ബാക്ക് ചെയ്തിട്ടോ. ഇതേ അവിടെ എയർ ഇന്ത്യയുടെ വേറെ ഫ്ലൈറ്റ് കിടക്കുന്ന കാണാം. അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ തുടങ്ങി. പൊങ്ങി. പക്ഷെ ഭയങ്കര ഇരുട്ടായതുകൊണ്ട് ഒന്നും കാണാൻ പറ്റുന്നില്ല. എന്തായി? കുഴപ്പം ടെൻഷനൊന്നുമില്ല നമുക്ക്. അമ്മ ഏതാണ്ട് 12 വർഷമായില്ലേ? 12 വർഷമായി. 2013 അമ്മ ലാസ്റ്റ് ട്രാവൽ ചെയ്തത്. അമ്മാമ്മേ ഓക്കെ എൻജോയ്. അതെ ഇപ്പം മലയാളത്തിലൊക്കെ അനൗൺസ് ചെയ്ത് അങ്ങനെ നമ്മൾ പൊങ്ങി. അതെ ഇപ്പോൾ പുറത്തൊന്നും കാണാനില്ല. പിന്നെ നമ്മൾ നേരെ അബുദാബി ചെന്നിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ ബാക്കി. അങ്ങനെ നമ്മൾ ഏകദേശം ലാൻഡ് ചെയ്യാറായിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു 15 മിനിറ്റും കൂടെ ഉള്ളൂ നമ്മൾ ലാൻഡ് ചെയ്യും. അമ്മ നല്ല ഉറങ്ങിയ നല്ലോണം. 15 മിനിറ്റും 10-15 മിനിറ്റും കൂടെ ഉള്ളൂ ഇനി. അമ്മ ഉറങ്ങാണ് എപ്പോഴും. എത്താറായിരുന്നു. അങ്ങനെ നമ്മൾ അബുദാബിയിൽ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. അമ്മേ കമോൺ. ആക്ച്വലി പാസഞ്ചേഴ്സ് എല്ലാവരും ഇറങ്ങി. അപ്പോൾ അമ്മാമ്മേനെ ഇറക്കാൻ കുറച്ച് സമയം വേണ്ടതുകൊണ്ട് തന്നെ അമ്മാമ്മേ സലൂത്തി വാ. പതുക്കെ അതങ്ങ് മേടിക്കുമ്പോൾ ഈ സീറ്റിലേക്ക് നീങ്ങി ഇരുന്നിട്ട് അമ്മാമ്മ പയ്യെ ഇറങ്ങിയാൽ മതി കേട്ടാ. എല്ലാം എടുത്താ? അമ്മമ്മയുടെ എല്ലാം എടുത്താ? വാ വന്നോ. താങ്ക് യു. എടുത്തിട്ടുണ്ട്.
മാമേ നമസ്കാരമൊക്കെ പറ. ഇഷ്ടപ്പെട്ടു. ഇറങ്ങാം. ആ ഇവിടെ ഞങ്ങളൊരു 24 days ഉണ്ട്. ആ മാമയ്ക്ക് ഫ്രണ്ട്സൊക്കെ ഇത് അമ്മമ്മയുടെ വണ്ടി ഇവിടെ വന്ന് നടപ്പുണ്ട്. വല്ലതുപോലെ വെച്ച് ഇറങ്ങിക്കോ. അമ്മാമ്മേ ഇപ്പൊ നല്ല തണുപ്പുണ്ടോ? പുതിയൊരു രാജ്യത്തൂടിയാണ് അമ്മാമ്മ പോയിക്കൊണ്ടിരിക്കണത് കേട്ടാ. മറ്റേ പുതപ്പ് വേണോ? വേണ്ടല്ലോ. ഓക്കെ, തണുക്കാണ് പറയണേ. അങ്ങോട്ട് ചെല്ലുമ്പോൾ നല്ല തണുപ്പായിരിക്കും കേട്ടോ. ഗൈസ്, അങ്ങനെ ഒരു ഇടവേളയ്ക്ക് ശേഷം ഞാൻ വീണ്ടും സയ്യദ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. അങ്ങനെ അതിവിശാലമായ സയ്യദ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ കൂടിയാണ് അമ്മാവൻ പോണത്. ഇത് അബുദാബിയിലെ മെയിൻ എയർപോർട്ടാണ് കേട്ടോ മാമേ. സയ്യദ് ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഷെയ്ഖ് സയ്യദ് എന്ന് പറയുന്നത് UAE സ്ഥാപിച്ച ഭരണാധികാരിയാണ്. മനസ്സിലായോ? ഇതുപോലെ തന്നെ കുറേ കഥകൾ ഞാൻ അമ്മാമ്മയ്ക്ക് പറഞ്ഞുതരാം കേട്ടോ. ഞങ്ങോട്ട് പോകുന്തോറും നമുക്ക് ഒരുപാട് കഥകളും കാഴ്ചകളൊക്കെ കാണാനുണ്ട്. അപ്പോൾ എയർപോർട്ട് എന്തായാലും നല്ല ശാന്തസുന്ദരമായിട്ട് കിടപ്പുണ്ട്. തിരക്കും ഇതൊന്നുമില്ല. പിന്നെ പാസഞ്ചേഴ്സൊക്കെ മുമ്പേ പോയി, നേരത്തെ പോയി. അപ്പോൾ നമുക്ക് എന്തായാലും പ്രയോറിറ്റി ഉണ്ടാവും. അത് കാരണം പിന്നെ വലിയ ടെൻഷനില്ല. അമ്മാമ്മേ അബുദാബി എത്തിയൊക്കെയാണ്. ഇനി ആരെ കണ്ടാലും എന്താ പറയണ്ട? അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. അപ്പോൾ അവർ വാലൈക്കും അസ്സലാം എന്ന് പറയും. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഗഫൂർ കാ ദോസ്ത് എന്ന് പറഞ്ഞാൽ മതി കേട്ടാ. അങ്ങനെ നമ്മൾ ഫൈനലി ബാഗേജ് എടുക്കുന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. 6E1403 കൊച്ചി. അതാണ് നമ്മുടെ ഫ്ലൈറ്റ്. അമ്മാമേ പുതിയൊരു രാജ്യത്തേക്ക് കടന്നു അമ്മ. കൺഗ്രാജുലേഷൻസ്, വിജയകരമായി. അമ്മ നീണ്ട ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം. ഇമിഗ്രേഷനൊക്കെ ഭയങ്കര സ്മൂത്തായിരുന്നു അല്ലേ അമ്മാമ്മ ഉള്ളതുകൊണ്ട്? അതുമല്ല, നമ്മളോടൊന്നും ചോദ്യം പറച്ചിലൊന്നും ഉണ്ടായില്ല. ഒരു ചോദ്യം അങ്ങനെ ഒന്നും ഉണ്ടായില്ല. നേരെ കടത്തി വിട്ടു നമ്മളപ്പോൾ തന്നെ. ഇനിയിപ്പോൾ ബാഗ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം, ഉണ്ണിയാവനെ കാണാം കേട്ടോ. ഞാൻ ആക്ച്വലി ഫസ്റ്റ് ടൈം അല്ലാത്തത് കൊണ്ട് നമുക്ക് മറ്റേ ജസ്റ്റ് പാസ്പോർട്ട് സ്കാൻ ചെയ്ത് ക്യാമറയിൽ നോക്കി പോരാം. നമ്മളതായത് ഒരു ഓഫീസറിൻ്റെ അതിലേക്കൂടി കടന്ന് ക്യൂവിൽ നിന്നൊന്നും വരേണ്ട ആവശ്യമില്ല. ആദ്യമായിട്ട് വരുന്നവർക്കാണ് അത് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഓൾറെഡി വന്ന ആൾക്കാരാണെങ്കിൽ ഭയങ്കര സിമ്പിളാണ്. ഒട്ടും സമയങ്ങളുണ്ട്, പെട്ടെന്ന് പുറത്തിറങ്ങാൻ പറ്റും നമുക്ക്. ആ നമ്മുടെ പെട്ടി വരുന്നുണ്ട്. പെട്ടി വരുന്നുണ്ട്. യാ, ദിസ് ഈസ് മൈൻ. ഇത് എത്ര ദൂരത്തിൽ നിന്നാണെങ്കിലും ഈ പെട്ടി എനിക്ക് കണ്ടാൽ മനസ്സിലാവും. ആക്ച്വലി വി ഹാവ് ബിഗർ വൺസ്. ബിഗർ വൺ വി ഹാവ്. ആ വലുത് ആദ്യം വെച്ചിട്ടേ എന്നിട്ട് ഇത് വെക്കാം. അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മുടെ പെട്ടികളെല്ലാം വന്നട്ടോ. 1, 2, 3, 4 പെട്ടികളുണ്ട്. അമ്മയുടെ ഹാൻഡ് ബാഗേജ് അവിടെ വെച്ചോ, നമുക്ക് തള്ളാം. ഇനിയിപ്പോൾ ഒന്നുമില്ല, നേരെ പുറത്തേക്ക് ഇറങ്ങാമെന്നുള്ളതേ ഉള്ളൂ. ഇല്ലേ അമ്മയുടെ ഫോണ് സാധനങ്ങളൊക്കെ ഉണ്ടോ? അമ്മ എന്ത് ചെയ്യാൻ പോണോ? തണുക്കണില്ലേ? ആ പുറത്ത് ചൂടായിരിക്കും കേട്ടോ. അതിങ്ങോട്ട് വെച്ചോ. അയ്യോ അതെ അമ്മമ്മയുടെ വണ്ടി പോണു. വേഗം വാ, കമോൺ. നമ്മൾ ആക്ച്വലി അങ്ങനെ പുറത്തിറങ്ങി. പക്ഷേ ഇവിടുത്തെ സമയം 2 മണിയായി. നാട്ടിലെ സമയം 3:30. ഉണ്ണിവാനെ വിളിച്ചു. അപ്പോൾ ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ എക്സിറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് ഏരിയ ഉണ്ട്, പല ലെവൽസ് ഉണ്ട്. അപ്പോൾ നമ്മൾ നിൽക്കുന്ന ലെവലും വിളിക്കാൻ വരുന്ന ആളുടെ ലെവലും ഒക്കെ സെയിം ആയാലേ നമുക്ക് ചെല്ലാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ കുറച്ച് ജഗവകയിലായിരുന്നു. ഇപ്പോൾ എന്തായാലും ഉണ്ണിവാൻ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ ഒരു ഫോട്ടോ അയക്കാമെന്ന് പറഞ്ഞു. അപ്പം നമ്മളുടെ ഇവിടുത്തെ ചേട്ടനത് കണ്ടാൽ മനസ്സിലാവുമെന്ന് പറഞ്ഞു. അപ്പോൾ ഫോട്ടോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. അമ്മാമേ ഉണ്ണിവാനോട് അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ. ക്ഷീണമൊന്നുമില്ലല്ലേ? വിശക്കണുണ്ടോ? വിശപ്പായില്ല. നമ്മളവിടുന്ന് ദോശ കഴിച്ചല്ലേ. അമ്മയ്ക്ക് വിശക്കണ്ട? കുഴപ്പമൊന്നുമില്ല, ചെന്നിട്ട് കഴിച്ചാൽ പോരെ? നേരെ പോയിട്ട് ഉറങ്ങിയാൽ മതി. അമ്മ ഭയങ്കര ഉറക്കം തൂങ്ങിയൊക്കെയാണ്. കുഴപ്പമൊന്നുമില്ല. ചെന്നിട്ട് നാളെ ലാസ്റ്റ് ഞാൻ നോക്കുമ്പോൾ യാത്രക്കിടയിലൊന്നും നമുക്കൊരു കുഴപ്പമില്ല. ലാസ്റ്റ് ഫ്ലൈറ്റ് വന്ന് ലാൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരാൾ കുനിഞ്ഞിരുന്ന് ഉറങ്ങണം. അതെന്ത് പറ്റി അമ്മയ്ക്ക്? ലാൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആണോ? അപ്പോൾ ഉണ്ണിവാനെ അയച്ചു തന്നായിരുന്നു ഫോട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ പുള്ളീനെ കാണിച്ചു. അപ്പോൾ അവനെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. അപ്പോൾ അതെ അമ്മാമ്മേനെ തള്ളിക്കൊണ്ട് പോകണം. അയ്യോ എനിക്കിത് ഒരു കയ്യിൽ തള്ളാൻ പറ്റില്ല. അമ്മേ ഈ സൈഡൊന്നും പിടിച്ചേ. അങ്ങോട്ട് തിരിക്കി. അങ്ങനെ അബുദാബി. ഗൈസ് ഒരു മിനിറ്റ്, ഞാൻ തള്ളട്ടെ. 2 കൈയും വേണം. ഗൈസ് ഉണ്ണിവാനെത്തിയിരിക്കുകയാണ്. എനിക്ക് ഇങ്ങനത്തെ ഞാനേ അറിഞ്ഞ പോലും ഇല്ല. ഞാൻ നോക്കുമ്പോ ഒന്നും അറിയാണ്ട ഒരു മനുഷ്യൻ വെറുതെ തന്നെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ താഴെ ഉണ്ടായിരുന്നാ? ആഹാ,
അപ്പൊ ഞാനത് കയറി വന്നപ്പാ. ആണോ? ഓക്കെ, ആളെ കിട്ടി. അപ്പം ഇനിയിപ്പോൾ ഒന്നും പേടിക്കാനില്ല, നേരെ പോവാ. ഇതാരാണെന്ന് നോക്കാം, അബുദാബിയുടെ മണ്ണിൽ. എന്താണ് ഞാനീ കാണണം? അതെ, അമ്മാമ്മ പറയണ ഇത്രയും വഴിയുണ്ടെന്ന് പറഞ്ഞാൽ ഇത് കിട്ടിയതാണ്. ഇതില്ലെങ്കിൽ എപ്പോൾ എത്താനാന്ന് ചോദിക്കായിരുന്നു എന്നോട്. അതെ, അങ്ങോട്ട് പോവാ, വണ്ടിയിലോട്ട് പോവാ. വാ, താങ്ക് യു ബ്രദർ, സീ യു, ബൈ ബൈ. നല്ലൊരു മനുഷ്യനായിരുന്നു കേട്ടോ. ഇവിടം വരെ നമുക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നല്ലേ. നല്ലൊരു മനുഷ്യനായിരുന്നു. മ്യാൻമാറുകാരനാണ്. ഞാൻ പറഞ്ഞ് നമ്മൾ അടുത്ത പ്രാവശ്യം മ്യാൻമാറിലേക്ക് ചെല്ലും, അപ്പോൾ അവിടെ വെച്ച് കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. യെസ്. ആൻഡ് ബൈ ദ ബൈ ഗൈസ്, നമ്മൾ എന്താമേ മ്യാൻമാറില്ല, അമ്മ ദുരന്തം പറയേണ്ട വണ്ടിയിലോട്ട് വരും. ആ മ്യാൻമാറിലാന്ന് അല്ലല്ല, ബാങ്കോക്കിലല്ലേ ഈ അടുത്ത് പോകാൻ നടന്നത്? മ്യാൻമാറിൽ നടന്നല്ലോ. അമ്മ എല്ലാം അപ് ടു ഡേറ്റ് ആണ്. ഉണ്ണിമാൻ്റെ വണ്ടി എത്തിരിക്കണം. പിന്നെ എല്ലാം കയറ്റി വെക്കുന്നു, പോകുന്നു അല്ലേ. ഓ, മസ്ത 6 ഒരു സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വണ്ടിയായിരുന്നു. ആഹാ, നല്ല ഫുഡ് സ്പേസ് ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇത്ര സാധനങ്ങൾ ഇരിക്കും, കുഴപ്പമുണ്ടാവില്ല. ഇവിടെ ഇതിലിരിക്കുന്നു ഉണ്ണിയോ, വലിയ വിഷയമില്ല കേട്ടോ. ഓക്കെ, അങ്ങനെ നമ്മൾ വണ്ടിയിലേക്ക് കയറാണ്. ഉണ്ണിയോ പാട്ടുണ്ടല്ലേ, മറ്റേ കോപ്പിറൈറ്റ് അടിക്കാൻ എനിക്ക്. അമ്മാമ്മേ ഒരു കാര്യം ശ്രദ്ധിച്ചാ, ഇവിടെ ഞാൻ എവിടെ ഇരിക്കണെന്നുണ്ടോ? എന്താണ് അതിന്റെ പ്രത്യേകത? സാധാരണ നാട്ടില് വലതുവശത്താണ് ഞാൻ വണ്ടി ഓടിക്കാതിരിക്കണം. പക്ഷെ അങ്ങ് ദുബായിൽ എല്ലാം ഇടത്തോട്ടാണല്ലോ എന്ന് സലീം കുമാർ പറഞ്ഞ ഓർമ്മയില്ലേ? അതാണിത്. ഇവിടെ ഇടതുവശത്താണ് വണ്ടി ഓടിക്കുന്നത് കേട്ടാ. പോവാ നമുക്ക്. യെസ്, ലെറ്റ്സ് ഗോ. ഇനി എത്ര നേരം ഉണ്ട് ഞാൻ ഡ്രൈവ് ഇവിടുന്ന്? 1.5 hours ഉള്ളു അല്ലേ? ഷേഖ് സായിദ് റോഡ് വഴിയാണോ? ടച്ച് ചെയ്തെടുക്കും. 340 ആകുമ്പോഴത്തേക്കും ഞാൻ ഷേഖ് സായിദ് റോഡ് കണ്ട് കുറേ നാളായി. ലെറ്റ്സ് ഗോ. നമ്മളപ്പോൾ ഓൺ ദ വേ ആക്ച്വലി ചെറിയൊരു സ്റ്റോപ്പ് എടുക്കാറുണ്ടോ. ഇവിടെ ബിഗ് ബൈറ്റ് കഫറ്റീരിയ എന്ന് പറഞ്ഞാൽ ഓൺ ദ വേ ഒരു സ്ഥലമുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ചെറിയൊരു ചായ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അതുമല്ല, അമ്മാമ്മ UAE വന്നിട്ട് സത്യം പറഞ്ഞാൽ UAE കാലുകുത്തിയില്ല, എയർപോർട്ടിലേ കാലുകുത്തിയുള്ളൂ. അപ്പോൾ അമ്മാമ്മ UAE കാലുകുത്താൻ പോവാണ് ആദ്യമായിട്ട്. അമ്മാമ്മയുടെ ആദ്യത്തെ ഇൻ്റർനാഷണൽ അല്ലേ, ഇന്ത്യ അല്ലാതെ മറ്റൊരു രാജ്യം. ഇവിടെ മണ്ണുണ്ടോ? മണ്ണ് വേണ്ട, UAE ടൈൽസിലേക്ക് കാല് വെച്ചാലും പ്രാർത്ഥിച്ചോണ്ടിറങ്ങിക്കോ. വാ. അങ്ങനെ നമ്മുടെ കട്ടൻ ചായ എത്തിയിരിക്കുകയാണ്. കൊള്ളാട്ടോ, മധുരം കൂട്ടി പറഞ്ഞുകൊണ്ട് തന്നെ നല്ല മധുരം. തുളസിയിലേക്ക് ഇട്ടുണ്ടല്ലോ, അടിപൊളി അല്ലേ, മിൻറ്റ, കൊള്ളാം, നല്ല രസമുണ്ട്. അപ്പോൾ ഈ യാത്ര യാഥാർത്ഥ്യമാക്കിയ നമ്മളുടെ മെയിൻ ടൈറ്റിൽ സ്പോൺസർ സ്റ്റഡി ലിങ്ക്സിന് ഞാൻ ഈ ഒരു അവസരത്തിൽ നന്ദി പറയുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് MBBS നഴ്സിംഗ് പോലെയുള്ള ഹെൽത്ത് കെയർ പ്രോഗ്രാംസ് യൂറോപ്പ്, UK അതുപോലെ മറ്റ് യൂറോപ്യൻ കൺട്രീസ്, സെൻട്രൽ ഏഷ്യൻ കൺട്രീസിൽ മികച്ച വിദേശ യൂണിവേഴ്സിറ്റികൾ നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി സ്റ്റഡി ലിങ്ക്സിനെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. 15 വർഷത്തോളം എക്സ്പീരിയൻസ് ഉള്ള സ്ഥാപനമാണ് സ്റ്റഡി ലിങ്ക്സ്. കൊച്ചിയിലാണ് ഹെഡ് ക്വാർട്ടേഴ്സ് ഉള്ളത്. 9ഓളം ബ്രാഞ്ചസ് ഉണ്ട് അവർക്ക്, ട്രിവാൻഡ്രം തുടങ്ങി മംഗലാപുരം വരെ. അപ്പോൾ സ്റ്റഡി ലിങ്ക്സിന് ഞാൻ വളരെയധികം നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്, ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വിളിച്ച് നോക്കാം കേട്ടോ. അതുപോലെ തന്നെ നമ്മളുടെ റോയൽ സ്കൈ, ബാക്കി ട്രാവൽ അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്തു തന്ന ഹാരിസിക്കയുടെ റോയൽ സ്കൈ ആണ്. റോയൽ സ്കൈനോട് ഞാൻ വളരെയധികം നന്ദി അറിയിക്കുകയാണ്. ഒരുപാടധികം ടൂർ പാക്കേജ്, ഇപ്പോൾ നമ്മൾ ഈ വന്നേക്കുന്ന ദുബായിലേക്ക് പോലും ഹാരിസിക്ക ടൂർ പാക്കേജ് ചെയ്യുന്നുണ്ട്. തായ്ലൻഡാണ് ഏറ്റവും കൂടുതൽ ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ അസർബൈജാൻ തുടങ്ങി വിയറ്റ്നാം ആയിക്കോട്ടെ, മലേഷ്യ, എല്ലാ സ്ഥലത്തേക്കും ഹാരിസിക്കയുടെ കിടിലൻ പാക്കേജസ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റോയൽ സ്കൈനെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അതിൻ്റെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉണ്ണിയാമ്മ, എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ ക്ലൈമറ്റിൻ്റെ അവസ്ഥ? എന്താ ക്ലൈമറ്റ് അടിപൊളിയാണ്. ചൂട് സ്റ്റാർട്ട് ചെയ്തില്ലേ? ആണല്ലേ? ആ, അപ്പോൾ കുഴപ്പമില്ല. ഇന്നിപ്പോൾ ക്ലൈമറ്റ് നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. അതാണ്, നമ്മളിപ്പോൾ വന്നിറങ്ങിയപ്പോൾ ഒരു തണുപ്പുണ്ട്. ഇന്ന് ഓക്കെയാണ്. ഇന്നലെയൊക്കെ നല്ല ചൂടുണ്ടായിരുന്നു. പൊടിക്കാറ്റൊക്കെ ഉണ്ടായെന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ഉണ്ടായിരുന്നു, പൊടിക്കാറ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ മൊത്തം ക്ലൗഡി ആയിരുന്നു. ഇന്നിപ്പോൾ കുഴപ്പമില്ല. ഇന്ന് കുറച്ച് ക്ലിയർ സ്കൈ ആണ്. നിങ്ങൾ തന്നെ പ്രമാണിച്ച് ക്ലൈമറ്റ് എല്ലാം അടിപൊളിയായിട്ടുണ്ട്. എന്താ അമ്മാമ്മ വന്നിറങ്ങുമ്പോൾ എനിക്ക് ജയിലറിലെ മ്യൂസിക്കാണ് തന്നെ. ആ ലെവലായിരുന്നു എയർപോർട്ടിലൊക്കെ. പിന്നെ ഭീകര സീനായിരുന്നു. ഞാൻ കിടുങ്ങിപ്പോയി. നമ്മൾ ഫസ്റ്റ് ടൈം ആണല്ലോ വീൽ ചെയറായിട്ട്, നമ്മളങ്ങനെ മുന്നേ ട്രാവൽ ചെയ്തിട്ടില്ല വീൽ ചെയർ ഉള്ള ആരുമായിട്ട്. ഫസ്റ്റ് ടൈം ഇങ്ങനെ വന്നപ്പോഴത്തേക്കും വൻ പ്രയോറിറ്റി, നമ്മൾ വിചാരിക്കണ പോലെയല്ല. അതുകൊണ്ട് ഇനി ഞാൻ എവിടെ പോയാലും അമ്മാമ്മേനെ കൂട്ടിയാലോ എന്ന് ആലോചിക്കും. എല്ലാം പെട്ടെന്ന് കഴിയൂലേ അല്ലേ അമ്മാമ്മേ? നമുക്കിത് കഴിഞ്ഞാൽ തായ്ലൻഡിലേക്ക് വിട്ടാലോ? മോൻ്റെ ഇഷ്ടം പോലെയൊക്കെ നടക്കട്ടെ, അമ്മാമ്മയുടെ ആരോഗ്യവും കൂടി നോക്കണം. ഇപ്പം ആരോഗ്യത്തിന് കുഴപ്പമൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല, ഫുൾ സെറ്റ് അല്ലേ? പോവാം നമുക്കെന്നാ.
എന്നാ പോകാം. നമ്മളിപ്പോൾ ദുബായിലേക്ക് എൻട്രി ചെയ്യാൻ പോവാണ്. ദുബായിലേക്ക് എൻട്രി ചെയ്യുന്നതിൻ്റെ അടയാളമാണ് ഇത് അല്ലോണോ, സ്ട്രീറ്റ് ലൈറ്റ്സ്. ഇതുണ്ട് ഇവിടം വരെയുള്ള വൈറ്റ് സ്ട്രീറ്റ് ലൈറ്റ്സ്. അവിടെ നേരെ നോക്കിയാൽ നിങ്ങൾക്ക് യെല്ലോ ലൈറ്റ്സ് കാണാം. ആക്ച്വലി യെല്ലോ ലൈറ്റ്സ് അവിടെ നിന്ന് അങ്ങോട്ട് ദുബായ് ആണ് അല്ലേ? അതെ. വൈറ്റ് ലൈറ്റ് തീരുന്നതോടെ നമ്മൾ അബുദാബി പാസ് ചെയ്ത് ബോർഡർ ക്രോസായി യെല്ലോ ലൈറ്റ് തുടങ്ങി നമ്മൾ ദുബായിലേക്ക് എൻ്റർ ചെയ്യുകയാണ് സുഹൃത്തുക്കളെ, ഒഫീഷ്യലി. പക്ഷേ അമ്മേനെയും അമ്മാമ്മേനെയും ഇപ്പോൾ കാണിക്കാൻ പറ്റില്ല, നല്ല ഉറക്കമാണ് ബാക്കിൽ കിടന്ന്. അവർ നമുക്ക് എത്തിയിട്ട് വിളിക്കാം. യെസ്, ലാസ്റ്റ് എക്സിറ്റ്. ആ അതാണ് ആരോ വെച്ചേക്കണേ, ലാസ്റ്റ് എക്സിറ്റ് ആയി. നമ്മളങ്ങനെ ആ അതെ, ലാസ്റ്റ് എക്സിറ്റ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കണ്ട, ലാസ്റ്റ് എക്സിറ്റ്. അങ്ങനെ ഒഫീഷ്യലി നമ്മൾ ദുബായിൽ കയറിയിരിക്കുകയാണ്. ഓക്കെ, അങ്ങനെ നീണ്ട യാത്രയ്ക്ക് ശേഷം നമ്മൾ ഉണ്ണിമാൻ്റെ സ്ഥലത്തെത്തിയിരിക്കുകയാണ്. മാമേ ക്ഷീണിച്ചാ? ഇനിയിപ്പോൾ കിടന്നുറങ്ങിയാൽ നാളെ എപ്പോഴെങ്കിലും എണീറ്റാൽ മതി കേട്ടോ. സമയമൊക്കെ കംപ്ലീറ്റ് തെറ്റി കിടക്കുകയാണ്. ഇവിടെ വേറൊരാളുണ്ട്, ശ്രദ്ധിച്ചേച്ച് ഞങ്ങൾക്ക് വേണ്ടി ഫുൾ ഉറക്കം നിന്ന്. അതെ അതെ, ആ കഴിഞ്ഞ വീഡിയോ വന്നപ്പോൾ ഉണ്ണിമാൻ ബാച്ചലാണോന്ന് അതെ ആരൊക്കെ ചോദിച്ചിരുന്നു. ഇതാണ് മറുപടി. അതെ, ആരൊക്കെ വിചാരിച്ചു ഉണ്ണിമാൻ കല്യാണം കഴിച്ചിട്ടില്ല, എന്നാലും നല്ല കാര്യം, കല്യാണം കഴിക്കരുതെന്ന്. അതെ, അപ്പോൾ ആ ശരിയാണല്ലോ ചേച്ചി, എവിടെയായിരുന്നു? ആ ഇങ്ങോട്ട് തിരിച്ചു പോന്നല്ലേ? ശരിയാണ്, അതുകൊണ്ടാണ് ആ വീഡിയോയിൽ കാണുന്നത്. ഇപ്പോഴത്തെ രണ്ടുപേരെയും കണ്ടോളൂ ഒറ്റ ഫ്രെയിമിൽ. ഓക്കെ, അങ്ങനെ നമ്മളുടെ വളരെ നീണ്ട ഒരു യാത്ര, അമ്മാമ്മയുടെ ആദ്യത്തെ ഇന്റർനാഷണൽ യാത്ര വീഡിയോ നിങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എങ്ങനെയുണ്ടായി അമ്മാമ്മ? കൊള്ളാം. യാത്ര എങ്ങനെ ഉണ്ടായി? യാത്രക്ക് ഒരു കുഴപ്പമുണ്ടായി. സൂപ്പർ അല്ലേ? ഞാൻ വിചാരിച്ച അമ്മാമയ്ക്ക് ടെൻഷനൊക്കെ ഉണ്ടാവുന്നത്. ഞാൻ നോക്കുമ്പോൾ ടേക്ക് ഓഫ് ലാൻഡിംഗ് ഒന്നും അമ്മാമ അറിഞ്ഞത് പോലും ഇല്ല. ഞാനിപ്പോൾ ഇങ്ങനെ പറഞ്ഞു ചിലപ്പോൾ ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ സ്പീഡ് കൂടും, ചെറിയ കുലുക്കൊക്കെ ഉണ്ടാവും ലാൻഡ് ചെയ്യുമ്പോൾ പറഞ്ഞു. അമ്മാമക്ക് അതൊന്നും ഒരു വിഷയമില്ല അല്ലേ? കാര്യം കേരളയൊക്കെ തൊട്ട് മുമ്പ് എന്നോട് ചോദിച്ചത് ചെവിയിൽ പഞ്ഞി വെക്കണമെന്നാണ് പൊങ്ങുമ്പോഴേ. ഞാൻ പറഞ്ഞ അതൊന്നും ഇല്ല, അതൊക്കെ പിന്നെയാണ്. കുറച്ച് പഞ്ഞി കൊണ്ടുപോകാൻ പാടില്ലെന്ന് ചോദിച്ചു. അതെന്തിനാ? ചെവിയിൽ വെക്കാൻ. പക്ഷെ ഇത്ര വലിയ ഒച്ചയൊന്നും ഉണ്ടായില്ല. അങ്ങനെയൊന്നുമില്ല, അങ്ങനത്തെ ഒച്ചയൊന്നും ഉണ്ടായില്ല. അപ്പൊ എന്തായാലും നമ്മുടെ അമ്മാമ്മ ഇൻ ദുബായ് സീരീസ് ഇപ്പോഴാണ് അമ്മാമ്മ ഇൻ ദുബായ് എത്തിയത്. ബാക്കി ദുബായിലെ കാഴ്ചകൾ നമുക്ക് ഉറങ്ങി എണീറ്റ് അല്ലേ? ശരിക്കും പെട്ടി ഉറക്കണം എന്നൊരു വ്ളോഗ് ചെയ്യാനും വേണ്ടിയാണ്, അതിനും വേണ്ടി പെട്ടി സാധനങ്ങളായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് എന്ത് അല്ല അത് പറഞ്ഞോ, സ്ഥിരതാമസത്തിന് വന്ന അത് പിന്നെ ഇത്രയും പെട്ടി കണ്ട് ആരായാലും മേടിച്ചോല്ലേ. അപ്പൊ എന്തായാലും നമുക്കിനി ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം അല്ലേ? എന്നാ മാമ ടാറ്റ പറഞ്ഞു. See you.